കൈപ്പത്തിയിലെ മരവിപ്പ്, കൈവെള്ളയിലെ ബലക്കുറവ്, പ്രത്യേകിച്ച് നമ്മുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ ഇത് മൂന്നിനും കൂടുതലായിട്ട് മരവിപ്പ് അനുഭവപ്പെടുക, പ്രത്യേകിച്ച് രാത്രികാലങ്ങൾ. ഇത് ഒരുപക്ഷെ കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിരിക്കും. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിയിലോട്ട് പോകുന്ന ഞരമ്പുകൾ എന്തെങ്കിലും കംപ്രഷൻ കാരണം അല്ലെങ്കിൽ ഒരു മുറുക്കം അനുഭവപ്പെടുന്നതിലൂടെ നമ്മുടെ കയ്യിലോട്ട് കൂടുതലായിട്ട് മരവിപ്പ് അനുഭവപ്പെടുക തുടങ്ങിയ സിംറ്റംസ് ആണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൂടുതലായും കാർപ്പൽ ടണൽ സിൻഡ്രോം കണ്ടുവരുന്നത് കമ്പ്യൂട്ടർ കൂടുതലായിട്ട്, കീബോർഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ വർക്കേഴ്സിനൊക്കെയാണ് ഈ സിംറ്റംസ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് കൂടാതെ ഡയബറ്റിസ്, ഹൈപ്പർ തൈറോയിഡ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും കാർപ്പൽ ടണൽ സിൻഡ്രോം കണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്യുകയും ഏർലി സ്റ്റേജിലാണ് ഡയഗ്നോസിസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ ഇത് കംപ്ലീറ്റ്ലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കാർപ്പൽ ടണൽ.